ഷെയ്ക്ക് വന്നിട്ട് പൈസന്റെ വായ്പ നമ്മളെടുത്ത് കാണിക്കുന്നു. അത് നമ്മളെടുത്ത് പൈസന്റെ വായ്പ കാണിക്കുന്നു. എടാ ഷെയ്ക്ക് ഇത് വയ്ക്കുന്നു റാമ്പോ 25 വെറ്റ് വെക്കുന്നു. ഒരു ടീം 25 വെച്ച് വെറ്റ് വെക്കുന്നു. 50K 50,000 വെറ്റ്. ഗൂഗിൾ പേ സ്പോട്ടിൽ ചെയ്യണം. തോറ്റ ഇങ്ങോട്ടും ചെയ്യേണ്ടി വരും. പിന്നെ ഉറപ്പായിട്ടും എടാ സ്ക്രീൻ ചെറുതായി കിട്ടിയ മുത്ത ഇന്റെ 20,000 കിട്ടിയ ഇന്റെ ടീമിനെ കൊണ്ട് ഞാനാണ് പോവും. ലൈറ്റ് IS ഒന്ന് റെഡിയാക്കും. അല്ല നിക്ക് ബെറ്റ് ആക്കുന്നതിന് മുമ്പ് ഒന്ന് ടീം ഒന്ന് നോക്കട്ടെ. ആരാ പേടിച്ചോ? അല്ല പേടിച്ചോ? ഇതെന്താ അല്ല ഇതെന്താ ടീം വിളിക്കാനല്ല നമ്മളെ ടീമിങ് നോക്കിയാ തടിയ ഞാൻ കൂറാ കൊണ്ടുപോണേ. ഓന്റെ അടുത്ത് ഒരു മുട്ടി ഇവിടെ നിന്നോ. 20K എന്നാ ആദ്യം ഒരു കളി 20K വെക്കാം. അതായത് 10 വെച്ചിട്ട് വെക്കാം. പേടിച്ചോന്നല്ല, പക്ഷെ നമ്മളെ ആണോ എന്നാ വെക്കണ 1 ലക്ഷം റുപ്യ. നീ 50 ഞാൻ 50. 1 ലക്ഷം റുപ്യ ഉണ്ടോ? പന്താവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളും. 1 ലക്ഷം റുപ്യ റൈറ്റ് നൗ. ഞാൻ 50 ഇടുന്നു, നീ 50 ഇടുന്നു. ഡീല് പറഞ്ഞ മാറ്റില്ല. ഷെയ്ക്കേണ്ടി വന്നതിനെ പോയാ ഓക്കെ ഡീലാണ്. 1 ലക്ഷം റുപ്യന്റെ മാച്ച് ചാറ്റ്. 1 ലക്ഷം റുപ്യന്റെ മാച്ച് നടക്കാൻ പോകുന്നത്. ഷെയ്ക്ക് 50 ഇടും, ഞാൻ 50 ഇടും. ജയിക്കുന്ന ടീമിന് മൊത്തം ഓക്കെ. മുത്തേ മണ്ടത്തരാവോ? 50,000 കളിയാണ്. 1 ലക്ഷമാണല്ലോ. 50,000 ലാഭം ഉണ്ടാവുള്ളൂ. അത് ചേഞ്ച് ഫിൽറ്റർ എടാ ഇത് ലാമേല ഉള്ളത് ഫിൽറ്റർ നോക്കാം. എനക്ക് തോന്നാ ഇതിൽ ഫിൽറ്റർ മാറിയത് ഇങ്ങനെയുള്ളത് മാൻഡേജോ അതിനെന്താ പറയാ, മറ്റേ ഫിൽറ്ററില്ലേ ചുറ്റും ബ്ലാക്ക് ആയിട്ടുള്ള. ഈ ക്യാമറയിൽ അങ്ങനെയല്ല ഉള്ളത്, പക്ഷെ എനിക്ക് തോന്നുന്നു ഡിവൈസിൽ മാറിയതായിരിക്കും, അല്ലെങ്കിൽ ക്യാമറയിലായിരിക്കും. ഒന്ന് നോക്ക്. വർത്താനം പറഞ്ഞിക്കാൻ നേരല്ല. പൊന്നാര കുരിയ ഒന്ന് ബെക്ക് സെന്ററിൽ. എടാ നാറി ശരിക്കും ആലോചിച്ചിട്ടല്ലേ എനിക്ക് സ്പോട്ടിൽ പൈസ തമാശ ന്നല്ലേ. തോറ്റാലല്ലേ ജയിച്ചാ ഇങ്ങോട്ടും ലൈവിൽ തന്നെ തരേണ്ടി വരും. ഉറപ്പായിട്ട് ഞാൻ സ്പോട്ടിൽ ഇതാ മറ്റേതോടെ ഗൂഗിൾ പേന്റെ ഫോൺ ഉണ്ടോ? ഇല്ല. ഇപ്പൊ മറ്റേ ഫോൺ വണ്ടിയില്ല. അല്ല അതൊന്നും നടക്കൂല. ഇല്ല ഇതിൽ ഗൂഗിൾ പേ ഇല്ലേ? ഇതിൽ ഗൂഗിൾ പേ ഉണ്ട്. ഇതിലുള്ള എമൗണ്ട് എത്ര ടൈം ഉണ്ടോ നോക്ക്. ബാലൻസ് ഒക്കെ പൈസ എത്ര ഉള്ള ആയിക്കോട്ടെ. ഇത് ഞാൻ ഗൂഗിൾ പേ വണ്ടി 25 ഉണ്ട്. ബാക്കി 25 ഗൂഗിൾ പേ പൈസ സ്ക്രിപ്റ്റ് പോലെ. ഈ നാട് ഇന്ത്യ ടീമിലല്ലേ. ഞാൻ കരുതി ഇന്റെ പൈസ അല്ല ഗൂഗിൾ പേ ഉണ്ടായ പോലെ. ഇത്രയും കാലം ഇവിടെ ഇങ്ങനത്തെ വാശികൾ ഉണ്ടായിട്ടില്ല. ഈ ഷെയ്ക്ക് എന്ന് പറഞ്ഞ റിച്ച് പട്ടി വന്നതിന് ശേഷം ഈ ബെറ്റിങ് ഈ പരിപാടി തുടങ്ങിയത് പിന്നെ ഭയങ്കര 1,10,000 പൈസ. ഇത് ലൈറ്റ് ഭയങ്കര എന്തോ ആയിട്ടാണ് ഉള്ളത്. ഇത് നോർമൽ നാച്ചുറൽ ലൈറ്റ് സെറ്റ് ചെയ്യും. അല്ല ഈ ഉണ്ടപ്പുട്ടാൾ ഫുള്ള് എന്താ എന്റെ ടീമില് ഫുള്ള് ഫൗൾ വെച്ച് കളിക്കാനല്ലേ? നമ്മളെ ടീമാ. ഷമീർ മൈക്ക് നോട്ട് വർക്കിംഗ്. ഷമീറാ നിന്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ആരുടെ വർക്ക് ചെയ്യുന്ന ചാറ്റ്? ആരെ മൈക്കാ വർക്ക് ചെയ്യുന്ന ഒന്ന് പറ. ആ മൈക്ക് എടുത്ത് ഷമീറിന് കൊടുക്കാനോ? നിക്ക് ചാറ്റ് ആരെ മൈക്കാ വർക്ക് ചെയ്യുന്നതെന്ന് പറ. ജാസിനാണോ ഷെയ്ക്കിനാണോ? ആരെ മൈക്കാ വർക്ക് ചെയ്യുന്ന മൈക്ക്? മണ്ടന്മാരൊക്കെയാണ് കളിക്കുന്നത്.
നിങ്ങൾ തോൽക്കുന്നു. എടാ കളിക്കാൻ വയ്ക്കണോലൊക്കെ ഫുള്ളൊരു ടീമിലായോ? ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ തോൽക്കൂട്ടാ, ഞാൻ ആ ടീമിലാണ്. അല്ലേ ഇതെങ്ങനെ നിന്റെ ആൾക്കാരില്ല. വല്ല മൂലൊക്കെ മതി, നമുക്ക് തോൽപ്പിച്ച 50,000 കിട്ടി നമുക്ക് വേണ്ടി കുറവാണ്. എടാ ലൈറ്റിങ് ഭയങ്കര ഇഷ്യൂ. നീ ഇതൊന്ന് നോക്കി ചേർന്നെ. 10,000 തരാം. നോക്കി ഇതെങ്ങനെ ഇതില് ക്യാമറന്റെ അല്ല ഇതിന്റെ ആയിരിക്കും. ഡിവൈസിന്റെ ആടാ നീ എന്താ കാണിക്കുന്നാകില്ല? ഇതെന്താ നീ ചെയ്ത? ബ്രൈറ്റ്നസ് ഫുൾ ഓവറാ. റീസെറ്റ് അടി ഞാൻ മണ്ടനല്ല, ഫുൾ റീസെറ്റ് ആയോ? ഇത് പിന്നെ ഡിലീറ്റ് അടിച്ചാലോ? അല്ല ഇത് സോഴ്സ് ഡിലീറ്റ് ആവരാ. ഒന്ന് ഡിലീറ്റ് നോക്കണം. ഇപ്പൊ ഓക്കെയാന്ന് തോന്നുന്നു. നോക്ക് യൂസ് അത്ര കൂട്ടണ്ട. വിളിക്കണ്ട് ടീം, ഞാൻ പോട്ടെ. മുത്തോ എവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല. മുത്തു ഈസ് ഹിയർ. എന്തല്ല ഇത് മറ്റേ മുത്തുമായിട്ട് നമ്മളെ പാട്ട് വരുന്നുണ്ട്. ഒക്ടോബർ 19 അല്ലേ? ഒക്ടോബർ 19 ഞാനും മുത്തും കൂടിയിട്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് വരുന്നുണ്ട്. ഓക്കെ, കളിക്കാൻ നടന്നോ? കുഴപ്പമില്ല. ശൂര് വാ. കളി തുടങ്ങാൻ പോവാ. ഇപ്പൊ ഓക്കെ എന്നാ ഷെമീറ കളിക്കാൻ വരുന്നില്ലേ നമ്മളെ ടീം? പിന്നെ മൈക്ക് ഓക്കെ ആയോ? ഞാൻ ഇവരുടെ ഷെയ്ക്കിന് മൈക്ക് എടുത്ത്. ആണോ? എന്നാ ഇതാരും എടുക്ക്. ഇതാരും ഒരാൾ പിന്നെ ഇറക്കും. ഈ മൈക്ക് ആർക്കും വേണം എടുത്തോ. കളിയൊന്നും ഇതാകട്ടെ. റാമോ അപ്പൊ മുത്തൂന് നമ്മള് കൂട്ടി സമയമില്ല. ഇതെന്താ ഞാൻ ഇടുന്ന മൈക്കൊന്നും വർക്കാണ്ടിരിക്കുന്നു? സമയമില്ല. എടാ ആരെങ്കിലും ഒരാളൊന്നും ഇതാക്കണം. എന്റെ തൊണ്ട പൊട്ടുന്നു. ഇത് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ല ടീം എത്ര ആള്? നിങ്ങൾ എത്ര ആള്? അയ്യോ അല്ല, അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ എത്ര ആള്? കറക്റ്റാ. 1 2 3 4 5 6. ആ മുത്തു വന്നല്ലേ? നമ്മൾ മുത്തുവിനോട് പുറത്തു പോകാം. എടാ മുത്തു നമ്മള് 4 ആള്. എടാ നമ്മള് 4 ആളോ? നീ ആ ബോളിംഗ് വന്നേ. ഇത് സംസാരിച്ചോണ്ട് വന്നു കഴിഞ്ഞാ ആ ബോൾ എടുത്തേ. ആ ബോളിംഗോ സംസാരിച്ചോണ്ട് സമയം അങ്ങ് പോകും. നീ ആ ബോളിംഗ് ആണ് അതൊന്ന് വെച്ചേ. മുത്തു ജേഴ്സി എന്നാ ഒരു കാര്യം ചെയ്യ്, ബെറ്റ് വെക്കുമ്പോ എമൗണ്ട് എല്ലാവരും ഷെയർ ചെയ്യും. നീ ഷെയ്ക്ക് മാത്രം അങ്ങനെ കൊടുത്തിട്ടല്ല, നീ ഷെയ്ക്ക് ഷെയർ ചെയ്യും. ഓക്കെ പൈസ ഇല്ല. നമ്മള് ഷെയർ ഇട്ടിട്ട് ഈ കളി ജയിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ സബ് ഒരാള് സബ് എന്താ? ആദിലും സബ്ബില്ല. 10 മിനിറ്റ് അല്ലേ? ഇല്ല സബ്. നീ ഇറങ്ങുമ്പോ ഫുള്ള് ഇതായിരിക്കും, ആവശ്യമായിരിക്കും. നമ്മളോടത്തിലെ കൂടുതൽ ഇതെന്താടാ? ഇതെന്തൊരു ഫെയർ നോട്ട് ഫെയർ കളിയായത്? കളിക്കാർ മൊത്തം നിങ്ങൾ നമുക്ക് മമ്മൂനെല്ലാം കിട്ടിയില്ല. കളിക്കും, ഫിലിപ്പും കളിക്കും, റാംബോ അത്യാവശ്യം കളിക്കും. പാട്ടുകാർ നിങ്ങൾ കളിക്കാറില്ല. നോക്കട്ടെ. അപ്പൊ ഇതിലൊരാള് സബ് വെക്കണം, അത്രേ ഉള്ളൂ. നീ സബ് വെക്ക്. അല്ലേ മുന്നു സബ് വെക്കണ്ട. ഈ ജേഴ്സി എനിക്ക് കളിക്കാൻ അറിയോ? പ്രോ ലെവല് കളിയാണ്. നിനക്ക് കറി വെക്കാൻ പോലും അറിയില്ല. ഞാൻ സബ് എന്നാലോ? എനക്ക് ടീമിന്റെ വിജയം എന്തായാലും അപ്പൊ ഒരാള് സബ് വെക്ക്. മുന്നു സബ്. ആ
റോംബോ നീ എന്തെങ്കിലും ഓൾറെഡി ഒരു ഫുട്ബോൾ ഉണ്ടല്ലോ. റഫറി ആണെന്ന് പറയുന്നുണ്ട്. റഫറി നീ റഫറിക്കോ, അതാ ഏറ്റവും നല്ലത്. നീ ഇതൂര് സാധനം വരും. ഇതെന്താ ഓംപ്ലേറ്റാ? ഇതെന്താ സാധനം? അല്ല കുഴപ്പമില്ല, ഷർട്ടിലാണെന്ന് മതി, അപ്പൊ മനസ്സിലാവും. ഇല്ല തിരിച്ചിടുന്നില്ല, അത് റഫറി ഷർട്ടില്ലാത്ത റഫറി അത് മതി. റഫറി ഒന്ന് ഫോൺ വിളിക്കാം, എനിക്ക് ഇടക്കിടക്ക് ചാറ്റ് കാണിച്ചു തരണേ. ചാറ്റ് ഇടക്കിടക്ക് കാണിച്ചു തരണം. 50,000 ബെറ്റ്. പൊട്ടിയേക്കല്ലേ മോനെ. കൈ തന്നാണ്, ഇനി വാക്ക് മാറരുത്. നമുക്കൊരു ഗോളി നിങ്ങളെ ഗോളിയാരാ? മുത്തു നമ്മളെ ഗോളി. മമ്മൂനെ വേണ്ട, മമ്മു ആ ഗോളിന്റെ പേര് അങ്ങ് പോയ. മമ്മൂനെ വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും പറഞ്ഞില്ല. ആ വിസിലില്ല ബ്രോ. വിസിലുണ്ടോ? കുറച്ചായിട്ട് കളിക്കാത്തോണ്ടേ ഓക്കെ വാ, ടച്ച് ചെയ്ത ഒരു ഗോളായ ഷെയ്ക്ക. എന്ത് ഒരു ഗോള ഞാൻ ടച്ച് ചെയ്ത് 1-0 റഫറി കണ്ടിട്ട് ഒന്നടിച്ച്. ബേസിക് റൂൾസ് ആണ്. ഒറ്റക്ക് ടച്ച് ചെയ്താണ്ടൊന്നും അടിക്കാൻ പറ്റില്ല. കളിയൊന്നും അറിയില്ല. ഒന്നും കളി തുടങ്ങണം. ഞാൻ മുത്തു 11:30 കാലത്ത്. ഓക്കെ എന്നാ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് പി പി എൽ തുടങ്ങിയ റഫറി വിസിൽ കളിച്ചാ തുടങ്ങിയ റഫറി എടാ കേറാ ഇവിടെ മുന്നോട്ടേക്ക്. ഇല്ല തട്ടിയാലല്ലേ കളി തുടങ്ങും. ബറഡേ വാ ജാസേ. അയ്യോ കൊടുക്കല്ലേ മോനെ. എടാ ഞാൻ കളിക്കില്ല. ഞാൻ കുര്യാടിക്കേ ഏത് ഗോളിയാണ് നമ്മളെ കുര്യ? എന്ത് വില കൊടുത്തും ജയിക്കണം, 50,000 കളിയാണ് കേട്ടോ. ഫൗളെങ്കിൽ ഫൗള്. അടേ ഇല്ല, നീ എന്ത് കളിക്കാരനാടാ പുട്ട? നീ എന്തോ പറഞ്ഞല്ല, ഗ്രൂപ്പിൽ എന്തോ മെസ്സേജ് ഇട്ടുണ്ടല്ലേ നീ. അപ്പൊ മുത്തുന് കളിക്കാറില്ല? ജാസി വാ. നമ്മളെ ഫിലിപ്പ വാ കുര്യ. ശരിക്ക പോയല്ല, 50,000 പോയല്ല. ഗോളേ എന്ത് ബ്ലോക്ക്? ആ ടച്ച് ചെയ്തോ. എടാ ഗോളി. ആ എന്താണ് മമ്മൂട്ടിയോ? ശരിക്കും അങ്ങോട്ട് ഹാൻഡൊന്നുമില്ല. എടാ പി പി വലിക്കണം. PP എന്നെ കയ്യിലെന്താ പിന്നെ മൂഞ്ചാനാ? ഇല്ല റഫറി പറഞ്ഞില്ല. ഓ വിളിച്ചിട്ടില്ല.
ഏയ് റഫറി വിളിച്ചില്ല. ഇല്ല ഓനാദ്യം പിടിച്ച ഓനാദ്യം അടിച്ച രണ്ടേ പൂജ്യം. കണ്ടടാ ചാറ്റ് എന്താ പറയുന്നത്? ചാറ്റ് സൂയി പറയുന്നുണ്ടോ? ലെറ്റ്സ് ഗോ. ഓ 2-0. എടാ എന്തെല്ലാം സംഭവിച്ചാലോ റഫറി പറയുന്ന റൂള്. റഫറി വിസിൽ കളിച്ചാലേ ഇതുള്ളൂ. ആ എടാ കൊറേ കാലം കൊണ്ട് കളിക്കാൻ കഥക്കുന്നടാ. നമ്മളെ അടിക്കണ്ടേ ഷെയ്ക്ക് മാങ്ങ പോയിങ്ങല്ല ഞാൻ പറയാ. എനിക്ക് വേണ്ട ഷെയ്ക്ക് 50,000 പോയിന്റ് വിഷമത്തിലാ. കളിക്കോടെ വായൂട്ട് ഇവിടെ വിടല്ലടാ അടി. ഏയ് അതിലെ അതിലെ ഇല്ല. ആ പോയി കാലിച്ചടിക്കല്ലോ അറിയാലല്ലോ. ആണോ? ആ പോയി. എന്താണ് എടുക്കോ? ഇതെന്താ ക്രിക്കറ്റ് ബാറ്റോ? ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ? ഷെയ്ക്കേ 50,000 പോയി എടുക്ക. മൈനസ് ബോൾ പിടിക്കാൻ പാടില്ല. മൈനസ് ബോൾ എടാ ഞാടിയാ ഷെയ്ക്കിന്ന് മോന്ത വിളിച്ചാലോ? എടാ ഓ ഞാൻ എന്റെ ടീമില് ഇല്ല. ഇത് റഫറി വിളിക്കണം. അടിക്കടാ ഇപ്പൊ പോയനെ. നിക്ക അതിലെ ആരും നിക്കട മുന്നില്. സൂര്യ അടേ പോയി. വേറെ വർത്താനൊന്നുമില്ല. വിസിലടിക്കാതെ നീ 50 റെഡിയാക്കി നോക്ക്. അപ്പൊ ആദ്യം പറയണം. ആദ്യം പറഞ്ഞു 50,000 പോവാന്നുള്ള പേടി. ഇപ്പോൾ എനിക്ക് ടീമാറ്റ പേടി എന്താ? 50,000 പോവാന്നുള്ള പേടി. ഞാൻ കൈ തന്നോ? ഞാൻ 50,000 രൂപ പോകുന്ന പേടിയാണ്. ഞാൻ കൈ തരുമോ? ഞാൻ കൈ ഞാൻ ആദ്യം ടീം നോക്കി. നമ്മള് പറഞ്ഞു നീ പറഞ്ഞല്ലോ മാറ്റി തരൂല. നമ്മള് പറഞ്ഞല്ലോ ആര് പറഞ്ഞു? നീ പറഞ്ഞു മാറ്റി തരൂല. നീ മാറ്റി തരൂല. നീ പറഞ്ഞു മാറ്റി തരൂല. നീ പറഞ്ഞു മാറ്റി തരൂല. നീ പറഞ്ഞു
ഞാനിപ്പോ തീരുമാനിച്ചു പിന്നെ ഇത് കൊറേ അധികം അടിയോ ഇതൊന്നും നടക്കൂലേ വെറുതെ കൊറേ കൊറേ സമയമല്ലേ പുട്ടി പതുങ്ങി വാ അടിയാക്ക് ഞാനൊരു കാര്യം നോട്ടെ നിങ്ങളെ പ്രശ്നം എന്താ അറിയാം അല്ല ഷെയ്ക്ക മിണ്ടാടിക്ക എല്ലാരും മിണ്ടാടിക്ക ഞാൻ പറയട്ടെ ഷെയ്ക്ക നീ സംഭവം പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് എല്ലാരും കേക്ക് ആദ്യം ബെറ്റ് വെക്കുന്ന സമയത്ത് ഷെയ്ക്കാനാണ് എല്ലാം ഷെയ്ക്കാനിന് മുന്നേ എല്ലാം തീരുമാനിക്കണം ഷെയ്ക്കാനിന് മുന്നേ പറയട്ടെ ഷെയ്ക്കാനിന് മുന്നേ നിന്റെ ടീമിൽ ഈ മുട്ടപ്പപ്സും മപ്പാസും ഉള്ളത് നീ ചിന്തിച്ചില്ല അത് നിന്റെ മിസ്റ്റേക്കാ അപ്പൊ നീ കൈ തരരുതായിരുന്നു ഞാൻ പിന്നാലെ മാറിയത് ഇജ്ജ് മാറ്റി പിന്നെ ഞാൻ ഇപ്പൊ മാറ്റി ഇവൻ ഈ ഡ്രസ് ഇട്ടിട്ടല്ല വന്നത് അതൊന്നും പറഞ്ഞില്ല നീ കള്ളക്കളിയാ ടൈമില്ല വാ കളിക്കാം എന്ത് ടീം മാറ്റാനോ ഒരാളെ മാറ്റിക്കോ ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റും ഒരാളെ മാറ്റാം ആരാ 3-0 സ്കോർ ഇനി 15 മിനിറ്റ് കളിയുള്ളൂ അത്രേ ആ മുത്തൂനെ അങ്ങോട്ടേക്ക് എടുത്തു മുത്തുവിനെ എടുത്തോ മുത്തുവിനെ എടുത്തിട്ട് കുര്യനെ തരില്ല എന്നാ പിന്നെ എടുത്തോ കണ്ടോ അല്ല നമുക്ക് അതിൽ വേണം അതിന് പകരം നമുക്ക് അതിൽ വേണം പിന്നെ ഒരാളെ തരുന്നല്ലോ അപ്പൊ ഒരാളെ തിരിച്ചു ഓക്കെ ഗോൾ പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഉണ്ട് അതിന്റെ പേരാണ് മുത്തു എന്ന് ഈ മമ്മു എന്ന് പറയുന്നത് ഈ കൽമാസ് പപ്പ പൊട്ടാൻ എനിക്ക് വേണ്ട ഇല്ലില്ല ഇവര് കളിക്കാറില്ല തീറ്റ റപ്പായിനെ നമുക്ക് വേണ്ട ഈ തീറ്റ റപ്പായിനെ നമുക്ക് എനക്കും വേണ്ട ഇതിനാ എന്നാ ഇതിനെ പുറത്താൻ പറ്റിട്ട് നിങ്ങൾക്ക് വേണം മമ്മൂനെ വേണം നിങ്ങൾക്ക് ഇവിടെ ആർക്കും ആവശ്യമില്ല ആരെങ്കിലും ഒരു മുട്ട പപ്സ് വാങ്ങിച്ചോണ്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു സംഭവം സമയമില്ലടാ ഒന്ന് തീരുമാനാക്കിയ അല്ല ജേസി മാറ്റിയാ ജേസി നീ എന്താ നമ്മുടെ ടീം അതോ മുത്തുയാണോ അന്നാ മുത്തേക്ക് മുത്തുവാ പേരിന് വെച്ചു മുത്തു മാനം കാക്കണം നിനക്ക് കളിക്കാൻ ഇല്ല ഇപ്പൊ നിന്നെ കളത്തിലോട്ട് ഇറക്കിയിരിക്കുകയാണ് വിളയാട് കളത്തിലിറക്കണം നീ കളത്തിലിറങ്ങി നീ ആ ടീമിൽ തന്നെ ഇർഷാദിന്റെ പവർ കണ്ടോ ഇർഷാദിന്റെ പവർ കേട്ടാ നാണം ഉണ്ടാടാ ഇത്രയും കാലം നീ നമുക്ക് കളിച്ചേ ഈ ടാങ്കിൽ മുമ്പോട്ട് പോകാൻ നടക്കും ഇർഷാദ് കിട്ടുന്ന ഇവനത്തിൽ 20 ഒരു ഇതുമില്ല എന്താ 20 അല്ല 15 ഒന്ന് ബേ നോക്കണം ആരൊക്കെ തട്ട് ഹാഫ് ടൈം ഇപ്പൊ 4 മിനിറ്റിൽ ഹാഫ് ടൈമാണ് വേറെ അടി അടി ഇല്ല മോനെ അത്ര താകൂല എന്ത് അടുത്തേക്ക് എന്നെ പിന്നെയും തിരിച്ചു താരാ എടാ മൊണ്ണ അയ്യോ അയ്യോ ഇർഷാദേ അതില് ആയില്ല ഗോൾ കിക്കോ ആൾക്ക് നിനക്ക് മെല്ലെ കൊടുക്ക കുര്യൻ മുന്നിൽ കയറ് ആ കൊടു എടാ എങ്ങോട്ട് എന്താണ് നീ കാണിക്കുന്ന ഇർഷാദേ അടുത്തടിക്കും കുര്യൻ കേറ് കുര്യൻ എടുക്കല്ലേ ഇന്നത്തെ കളിന്റെ ഹീറോ കുര്യനാണ് കുര്യൻ ഇതിന്റെ മറ്റേ ഇതല്ല മനസ്സിലടിക്ക് എടാ എന്താ കളി തുടങ്ങി ഇപ്പാണ് കളി തുടങ്ങിയത് ഈ പുട്ടും കുറ്റീനെ അപ്പുറത്തേക്ക് എടുക്കാം വേണ്ട ഈ ടാങ്കിന് എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ല ആദ്യം വാ
നീ ഗോളി തന്നെ നിന്നാ മതി. ഒന്ന് പോടാ മുട്ട. എടാ സീനാടാ. നമ്മളെ പിടിച്ച പോട്ട് അല്ല ഇവൻ റെഡി ആയിട്ടില്ല, അതാണ് ഗോൾ അടിച്ചത്. അതിന് ഇതിലും വലിയ foul. ഒരു മിനിറ്റ്. ഇതിനൊന്നുമില്ല. മാറ്റി സബ് എടുക്കണം. തൂറാമുട്ടിയ എനിക്ക് തൂറാമുട്ടിയ നമ്മൾ പ്രകോപിക്കും. എടാ, ഈ നായ സമയം കളയാണ്, ഈ സമയം കളയാണ്. നെഞ്ചേന കൊറേ കാലം കൊണ്ട് തൂറാമുട്ടുള്ള എക്സ്പ്രഷൻ ഇത് തൂറാമുട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ട കൃത്യമായ ശ്വാസം ഉണ്ട്. ശരി അല്ല ശരി 10,000 ഉറുപ്പ്യ തരാണെങ്കിൽ ഞാൻ കായ്പം കൊണ്ടുപോകാൻ ഇല്ല ഇല്ല. നമ്മളെ കളിക്കണ്ട പിന്നെ എടാ കുരിയ നീ ആ ജാസി എന്ന് പറയുന്ന മൊണ്ണനെ ബാക്കിൽ പോയി സമയാക്കുന്നുണ്ട്. ഇത് ഫൗൾ പ്ലേ സമയാക്കുന്നുണ്ട്. ഫൗൾ പ്ലേ ആ കളിക്കാം കളിക്കുമല്ലേ നിക്ക്. എന്ത് നിൽക്കാന് അയ്യോ ഷെയ്ക്ക് മരിച്ചു കളിക്കാൻ നിക്ക ആയില്ല. എന്താന്ന് ഷെയ്ക്കാ ഫൗളാക്കല റഫറി ഒന്ന് ശ്രദ്ധിക്കണം. ആ നൈസടാ. കോർണർ ഒന്നല്ല, പുറത്താണ്. അല്ല പുറത്തല്ലേ, ആണ് കോർണറാ. ആ കൊടുക്കല്ലേ മോനെ. ഗോളൊന്നല്ല, 2 ബായ് വിട്രാ. മുത്തു അങ്ങനെ അടിക്കല്ല, വെയിറ്റ് ആക്കി. ഇവന്മാർ പറ്റിക്കുന്ന നിന്നെ നേരത്തെ നിന്നെ പറ്റിച്ച് ഇതേപോലെ. നോക്ക് മെല്ലെ കളിച്ചാൽ മെല്ലെ കളിച്ചാൽ. എന്റെ ടീമാണ് നേരത്തെ എന്റെ ടീമാ. എന്റെ ടീം എടാ അടി അടി എടുത്തേക്ക് നീ അടിക്ക്. കലൂരേക്കാ ഒത്തു ജാസിയുടെ ഞാൻ പറയുന്നില്ല. അയ്യേ കോർണറൊന്നല്ല, കോർണറോ? ആ ഓക്കെ. കുരങ്ങ ആ അതിലേ ഇട്ടാ പോനെ. അയ്യോ കൊടു ഏത് ജാസിന്റെ അടുത്തല്ലേ? ജാസി മോനെ ടച്ച് ഇല്ല. ടച്ച് ഉണ്ട്. ആര് പറഞ്ഞു? ജാസി അടിച്ച അങ്ങോട്ടേക്ക് ടച്ച് ഇല്ല. ജാസി പറഞ്ഞു ടച്ച് ഇല്ലടാ. എന്താ ടച്ച്? നിന്റെ ടച്ചില്ലേ? കളി കുര്യനോട് എടാ അത് കളീന്റെ അടക്കാന്ന് വിളിക്കേണ്ടത്. ഈ മൊണ്ണൻ ഇവൻ ആരാന്ന് ടീമോറെ ഈ ഒരു ടച്ച് ഈ ടച്ച് ആ അയ്യോ ഔട്ട് PPL കളാ. ബാമുത്തോ ഇനിയാന്നൂലും കളി. മമ്മ പറയുന്നത് ഇനിയാന്നൂലും കളി. ഇനി എന്നാടാ കളി? ഇനി എന്നെയാണ് കളി കൊടുക്കാൻ പോണത്. മമ്മൂന് റിവെഞ്ച് ആയാലോ. ഓ ഒറ്റക്കുണ്ടൻ കാടിറങ്ങി മക്കളെ. എന്തൊരു പപ്സ് ഞാൻ ഗോളിക്കൂല. ഞാൻ ഗോളിക്കൂല. ഞങ്ങൾക്ക് ഗോളിക്കാനാവൂല. ഞങ്ങൾക്ക് കയറി കളിക്കണം. കേറിട്ട് എന്താ കളിക്കുന്നത്? തല വെക്കുന്നവരെ കാലാ നീ വെച്ചത്. എന്താ ട്രെയിനാ? അല്ല ആരാ ടച്ചാരാ? ഞാൻ ഗോളിക്കൂല. എല്ലാ ഗോളി വേണ്ട. 5 മിനിറ്റ് ഞാൻ അല്ല വേണ്ട. കീപ്പർ ആരാച്ച നിക്ക്. ഷമീറെന്നോ? എത്ര സ്കോർ എത്ര? ആ അല്ല അടേ ആ എടാ മമ്മു പോണ്ടേ? ഇങ്ങോട്ട് വന്നിക്ക്. എന്താ അങ്ങോട്ടല്ലേ? ഫൗളല്ല. ഫൗളാ. എടാ നോക്ക
ഔട്ട്. ആ അല്ലല്ല അവരവരാ എടുത്തോട്ടെ അടിക്കടാ ആ തടിയടാ. ആരാ കോർണറാന്നല്ലോ. അങ്ങോട്ടേക്ക് മുത്തം അങ്ങോട്ടേക്ക് പോസ്റ്റിന് കൈ പിടിച്ചിട്ട് ത്രോ അല്ലേ. പോ പെനാൽറ്റി ഒന്നുമില്ല എടാ. അത് അറിയാണ്ട് അറിയാണ്ടല്ലേ. അയ്യോ ഇവിടല്ലേ. എടാ മമ്മോ മാറി. പിടി ഗോൾ കിക്ക്. ഗോൾ ചേഞ്ച് ആയപ്പോ വിളിക്കാം. മുത്ത് കളിക്കുന്നോ? ഗോളിക്ക് പോയിട്ട് ഗോൾ അടിക്കാൻ പറ്റോ? കേറണ ആരെങ്കിലും? ഇല്ല അഭിനയം ഇതെന്താ സിറ്റി ഹോസ്പിറ്റൽ കളിക്കുന്നില്ല. നിൽക്കുന്ന കായില്ല. റഫറി PPL ചാൽ അടിക്കാൻ പറ്റും. എങ്ങനെയൊന്ന് മാർക്ക് ചെയ്യലേ. तुझको बोला ओ എങ്ങോട്ട് ഈ മമ്മു കൊടുക്ക. ഗോളിക്കാൻ പറ്റുന്നില്ല. ആരെ നിക്ക് ഇതാ ഇവനെ ഒരു കളി കളിക്കുന്നില്ല. ഞാൻ ഗോളി കയറി കളി പറ്റിക്കുന്നേന്ന് കൊണ്ട് ഗോളി കയറി കളിക്കാം. ഗോൾ കിക്ക് കൊടുക്ക. വെച്ചടിക്കണോ വലിച്ചടിക്കണോ ഞാൻ തീരുമാനിച്ചോളൂ. വാ നമ്മളാക്കിയില്ല. സെന്റർ അല്ല ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതന്നെ നമ്മ കളിക്കുന്ന വെക്ക് കറക്റ്റ് വെക്ക്. ഇതിവിടെ നിക്കുന്നില്ല. ടർഫിന്റെ ആൾക്കാരെ വിളിക്ക്. ഇത് നിക്കുന്നില്ല. ആ നമ്മളെ കളിക്കണ്ട. എത്ര സമയം ബാക്കിയുണ്ട് മുനു? എത്ര സമയം ബാക്കിയുണ്ട്? ഇടുന്നല്ല 5 മിനിറ്റ്. മുനു അങ്ക ഞാൻ ഗോളടിക്കാം.
അമ്മ എന്തിനാ എന്നെ അറിയുന്നത്? കാട് കയറിയിട്ടില്ല. എത്ര മിനിറ്റ് ബാക്കി? 7 മിനിറ്റ് ബാക്കിയുണ്ട്. ഏയ് വേറെ സീനുണ്ട്. സീനായി അല്ല പൊസിഷൻ മാറ്റി വെക്ക്. പൊസിഷൻ മുന്നിക്ക് പോ. മുന്നിൽ പോ. അതിലെ അല്ല കുര്യ ഡിഫൻഡ് കളിക്കാം. മുന്നിൽ പോണ്ട. ഡിഫൻഡ് കുര്യ ഡിഫൻഡ് വാ. ബാക്കിൽ തന്നെ ഒന്നോ. നീ ഇതെന്താ 2 ഗോളി? ആ എന്നാ മുത്തു മാറും. മുത്തു മുന്നിൽ കയറിയോ? മുന്നിൽ കയറി. ആ കൊടു ആയിരിക്കും കൊടുക്കേ. എടാ ഇവന് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നോക്കണേ ചതിയാന്നത്. അടിക്കേ. കുര്യ 2-3 സ്കോർ. എടാ കുര്യ 2-3 5 മിനിറ്റും കൂടെ ഉള്ളൂ. അതൊന്ന് വലിപ്പിച്ചാൽ മതി. അയ്യോ അവിടെ പോയി. എന്തേ ഇല്ല ലാഗാക്കുന്നില്ല. ബോള് കിട്ടി കളി വന്നു. ആ കളി ആ വിസിൽ വെച്ചാ കളിക്കണം. കുര്യ ഷോ ഓഫ് കളിക്കല്ലേ. അടിച്ചു തെറിപ്പിക്കാണേം വിട്. കുര്യ ഡ്രിബിളിംഗ് സ്കിൽസ് ഒന്നും കാണിക്കാൻ നിൽക്കല്ലേ. 5 മിനിറ്റും കൂടെ ഉള്ളൂ. പുട്ടാ എടാ എന്താ മാറിയാളെ കൊറേ ഡയലോഗ് റെഡിയാ? റെഡിയല്ലേ? അത് ആരാ മിസ്റ്റേക്ക് ആയിരുന്നത്? ടാങ്കറ 3-3 നമ്മളടിക്കാം. ഒരു ഗോള് എന്തായാലും കേറ്. അല്ല ഇപ്പൊ കേറില്ല. പാസ് ചെയ്താ അടിച്ചോ. കുര്യ എന്ത് ഇത്? ഇതിന്റെ പെനാൽറ്റി എങ്ങനെയാടാ? ഇതിന്റെ പെനാൽറ്റി എങ്ങനെയാ? എന്താ? ആ പിന്നെ കള്ളക്കളിയാടാ. കുര്യ എടാ കുര്യനോട് എടുക്ക. നീ കുര്യനില്ലാടാ. കള്ളക്കളി ആയില്ല. ഔട്ട്. ഏയ് കോർണർ ഒന്നല്ല നിന്റെ മേത്താ. എന്നാ പിന്നെ കേറല്ല. ആ കോർണർ പെട്ടെന്ന്. കുര്യ എണീക്ക്. എത്ര ആർക്ക് കുര്യ പോണം. ജാസി കുര്യനോട് അടിയേ. പിടിച്ചു വെച്ച് ഷെയ്ക്ക് പിടിച്ചു വെച്ച്. എടാ അടി എടുക്കടാ. എടാ വിടല. അടിയടാ. എടാ വിടല്ലേ. പിടിക്ക ഫൗളായിക്കോ. ഏയ് ഫൗളല്ല. ഷോൾഡർ അത് ഷോൾഡറാ. ഫൗളാ. കുഴപ്പമില്ല. ചത്താലും എടുത്തോ. ഏയ് വരാ
പെട്ടെന്ന് കുര്യന് വേണ്ട ഇല്ല ഫൗള് ഫൗള് ഞാൻ പറഞ്ഞിട്ട് ബാക്കി കളിച്ചാൽ മതി പോസ് ചെയ്യണം അതായത് ബോൾ എടുത്തു അവിടെ വെച്ചു എടാ പിടിച്ച പാട് വെച്ചാലാ ഇത് പിടിച്ചിട്ട് കയ്യിലെടുത്തു ഗോളല്ല ഇവിടെ അവിടെ ഗോളല്ലേ ഇത് ഗൂഗിള് നോക്കാം ഇത് ഗോളാണ് ഇല്ലല്ല അത് ഫൗളാ അത് ഗോളല്ല റഫറി പറയട്ടെ എടാ കയ്യിലെടുത്തില്ലടാ ഗോള് ഇതാ ഓഡിയൻസ് പറയുന്ന പിന്നെന്താ അതിന്റെ അപ്പുറത്ത് ഗോള് ഓഡിയൻസ് പറയുന്ന പോലല്ല റഫറിയാന്ന് പറയണ്ടല്ല ഇത് ഫുട്ബോളിനെ കുറിച്ച് അറിവുള്ള റഫറിയാന്ന് പറയുന്നത് ഈ മുട്ടുമുട്ടി അടിക്കുന്ന മുന്നുമല്ല ഇത് തീരുമാനിക്കല് ഇതൊന്നും നടക്കൂല അറിയോ നമ്മള് തോറ്റേറണ ഒന്ന് കൊടുത്ത നാറി അവിടെ ഇങ്ങനെ നിന്ന് പൊട്ടണം പോലെ രണ്ടെണ്ണം നീ കൊടുത്തത് നായിന്റെ മോനെ 50,000 പകുതി നീ വിടണം 25 നീ വിടണം ഇനി എന്ത് ചെയ്യാൻ എത്ര മിനിറ്റാണല്ലേ പിന്നെന്താ അങ്ങനൊന്നും പറയില്ല ചെമീര ഒരു ഭാഗത്ത് കളിക്കണം അപ്പത്തെ ഭാഗത്ത് കളിക്കണം പെട്ടെന്ന് എന്താടാ ഔട്ട് അങ്ങോട്ട് ദൂരെ എവിടെയും കൊടുക്കും ജാസി കൊടുക്കും സമയം പോകാന്നാടാ ഓ അങ്ങനെ പോയ ഗോളല്ലേ അല്ല ആണോ അങ്ങനെ ഒരു ഗോളില്ല അവൻ ടച്ച് ചെയ്തിട്ട് കൊടുത്ത സമയാക്കല്ല എന്ത് സമയം പിന്നെ അവിടെ കുടുങ്ങിയല്ലേ പിടിക്കടാ ഓ ഇതെന്താ ഷെമീറെല്ലാം പോസ്റ്റിലേക്ക് അടിക്കുന്നേ അതിലെ കൊണ്ടോ അടേ പെട്ടെന്ന് സമയമില്ല ബേയോ പെട്ടെന്നോട് കൊടുക്ക ആർക്കാച്ചും കൊടുക്ക എന്താടാ നമ്മളെ ചെക്ക മുത്തേ നീ വല്ല കളിക്കുമല്ലടാ
ആവശ്യമില്ലാത്ത പരിപാടിയായിരുന്നു. ബെറ്റ് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിടി ഫിലിപ്പേ അതിലെ അടിക്കടാ അതിലെ ഇടേ അതിലെ ത്രോബോളല്ലേ അല്ല നീ അവിടെ മുട്ട കിട്ടുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ₹50 പോയില്ലേ നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? എത്ര ഗോള്? 3-2 അല്ലേ? 5-3 പറ്റൂലല്ലോ. പോയില്ലേ? ഒന്നിട്ടാന്ന് പറയുന്നത് എന്താ ബളിയാ തോന്നുമ്പോടാന്. ഇത് ഗോളാന്ന്. ഒന്നിട്ടാ ജയിക്കുന്നു വരും. അങ്ങനെ ഈസിയായിട്ട് ഇടാൻ പറ്റുമോ? കുഴപ്പമില്ല. എടാ ഒരു ടീമിലെ എല്ലാം മൊണ്ണകളാണ്. നീ നിന്നെ ഞാൻ കാണിച്ചാണ് നാറി. എന്തേ അപ്പം പിടിച്ചു വെച്ചേ? ഇതെന്താ ഈ ബെൽച്ചടിക്കാൻ? ടച്ച് ഉണ്ട്. പെട്ടെന്ന് അടിക്കടാ. ഒരു ഗോളങ്ങ് അങ്ങോട്ട് അടിക്കടാ. അഭിമാന പ്രശ്നം. വാ പോട്ടെ, തോറ്റാലും കുഴപ്പമില്ല. അടിയാ കുര്യ. ഒരെണ്ണം അടിക്കടാ. ഒരെണ്ണം അടിച്ചാടാ കുര്യ. ഹാൻഡ് പെട്ടെന്ന് അടി. എന്തായാലും നമ്മൾ തോറ്റു. ഒരു ഗോളെങ്കിലും അങ്ങോട്ട് അടിക്കടാ. ഇതൊന്നും നടക്കൂല. പോടാ. ഇടെന്താ ഓഫ് 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 എടുക്കല. ഗോളി ചേഞ്ചാ. അടിയടാ. ആയില്ല ആയില്ല. ഒരു മിനിറ്റ്, വേറൊരു കാര്യമുണ്ട്. അല്ല, വേറെ സംഭവം ഉണ്ട്. ഒന്നുമില്ല. അയ്യോ അയ്യോ അയ്യോ. അഭിനയം അഭിനയം അഭിനയം. പിന്നെന്താ വിഷയം? നീട്ടേ വേണ്ടേ? 5-2. ടാങ്കർ ഓടി എത്തുമ്പോഴേക്കൊരു സമയം. കുര്യ. എന്തൊരു കളിയാറൊക്കെ. ഇനി എന്തായാലും നമ്മള് ജയിക്കൂലല്ലോ. നിർത്താം നിർത്താം. നമ്മ തോറ്റടാ. ജാസേ ഫൗള് 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 ഫൗള്. കുര്യ അടി അടി അടിച്ചേറ്റ് അടിച്ചേറ്റ്. അതോടെ അതോടെ റെഡ് കാർഡിനുള്ള ഒന്നില്ല. റെഡ് കാർഡിനുള്ള ഒന്നില്ല. അടി കുര്യ കുര്യ കുര്യ. ഫൗള് ഫൗള്.
പെനാൾട്ടി 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 ഒന്നുമില്ല. എന്ത് പെനാൾട്ടി? എന്താ പെനാൾട്ടി ബാബാ പെനാൾട്ടി പെനാൾട്ടി കുര്യ നീയാടി ആര് പെനാൾട്ടി? ഒരാൾ ഗോളി മാറ് ഒരാൾ ഗോളി മാറ് ഗോളിയില്ലേ ഞാൻ അടിക്കുന്നില്ല എന്താക്കണ്ട അല്ല നമുക്ക് ഗോൾ ആവശ്യം ആ ഗോള് വാ വാ 4-5 വാ. എടാ ഒരു ഫൗളും കൂടി ചെയ്യിപ്പിക്കും അവന്റെ അടുത്ത് പോയിട്ട് നിൽക്ക് വേഗം കളിക്കാം അടുക്ക അടിക്കാലോ സമയാട്ടെ ആ വാ കുര്യ അടിക്കടാ കുര്യ ആ പെട്ടെന്ന് എടുക്ക് എത്ര ആയത് എടുക്കവയോ തീർച്ചയായിട്ട് അതിലെ ആ പോയി നമുക്കല്ലേ നമുക്ക് ആയിവാ പെട്ടെന്ന് ജാസേ ഈ ജാസീന് എന്തിനാ ഫ്രണ്ടിൽ കയറ്റി ജാസേ പെട്ടെന്ന് ബോൾ എടുക്ക് ശരിക്കും മാസാടാ എടുക്കേ എത്ര എന്നിട്ടും കൂടെ ത്രോ ഒരു ത്രോ താ ഇല്ല പെട്ടെന്ന് നീ കയറിപ്പോണാ നീ എന്തിനാ അറിയുന്നത് ഞാൻ അറിഞ്ഞുതരാം ഹാൻഡ്ബോൾ പെനാൽറ്റി പെനാൽറ്റി വാ എടാ അതിന്റെ കളിക്കട്ടടാ എടാ മാറ് അങ്ങനൊന്നുമില്ല ഒന്ന് മാറാ പി പി എൽ അയ്മ്പതിനായിരം എന്ത് പിന്നെ ഇങ്ങനത്തെ ഏത് ആര് അങ്ങനെയൊന്നുമില്ല നീ ചുമ്മാ ഇല്ലാത്ത എല്ലാ ചാറ്റിനോട് ചോദിച്ചോക്കെ ഇല്ലാത്ത പെനാൽറ്റി അത് ഇത് ഏത് പൊട്ടനും അല്ല ഫുട്ബോൾ പൈസന്റെ പെനാൽറ്റി അതായത് ഇതിന്റെ ഉള്ളിലോ പൈസ കളിക്കുമ്പോ ഒരു പ്ലെയർ ഇതിന്റെ ഉള്ളിലേക്ക് എത്തൂല
എത്തുവോ? ഇത്രയും ചെറിയ ബോസില് പെനാൾട്ടി എന്ന് പറയുന്ന സാധനം ഫൈനൽ ഗെയിം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആർക്കും വേണമെങ്കിൽ അതിനെ കൊണ്ട് തൊടാം. അപ്പൊ നീ പറഞ്ഞില്ല പെനാൾട്ടി ഉണ്ടാവില്ല. അത് ഫ്രീ കിക്ക്. അതാ കിട്ടുക. ഫ്രീ കിക്ക്. എടാ ഇവിടുന്നാണ് ഇവൻ കൈനെ കൊണ്ട് ഇങ്ങനെ തട്ടുന്നത്. ക്യാമറ ഒന്ന് ബാക്ക് അടിച്ച് അത് ഗോളാണെന്ന് ഉറപ്പ്. എന്താ ഉറപ്പ്? എന്നാ ചോദിക്ക്, ഓഡിയൻസിനോട് ചോദിക്ക്. നീ ചോദിക്ക്. ആ ഗോളല്ല, ഗോള്. അപ്പൊ നേരത്തെ നിങ്ങൾക്കായിരുന്നല്ലോ സപ്പോർട്ട്. നേരത്തെ നിങ്ങൾക്കായിരുന്നല്ലോ സപ്പോർട്ട്. ആ നേരത്തെ ഇതേപോലെ ഓഡിയൻസിനോട് ചോദിച്ചില്ല എടുത്ത്. ആ ബാബാ റെഡി. ബാബാ തീർത്തോർക്കടാ. വാ ഞാൻ ഗോളിക്കാം, നീ കയറി കളി. എനിക്ക് കളി കഴിഞ്ഞിട്ട് കാണാ കാണാ പറയരുത്. ഇത് റൂൾ ഇതായിക്കൊണ്ട് നിങ്ങൾ ടച്ച് ചെയ്യുന്നേ. ആ ആ 5 അടിയല്ല. ഇത് ഫൗളാണ്, ഇത് മോശമാണ്. ഗോളി ഗോളി നോക്കണ. അയ്യോ ഔട്ട്. അതിലടുത്ത് ഔട്ട് 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 ഔട്ട്. ആയോ? എനിക്കറിയില്ല. റഫറി നീയോ? ഫുൾ ടൈം ആയാലോ? ആ ഈ ടച്ചിന് ശേഷം ഫുൾ ടൈം ആക്കും. ആ ഇല്ലല്ല, ആഡ് ഓൺ ടൈം കഴിഞ്ഞ്. ഏയ് കുര്യ അടിച്ചു തെറിപ്പിക്കേ. ജാസേ റെഡി ആയില്ല. ടൈം വരണം, ടൈം വരണം. 10 മിനിറ്റ് എക്സ്ട്രാ കളി നോക്കണം. 10 മിനിറ്റ് എക്സ്ട്രാ കളി നോക്കണം. ഇല്ല, അതിന് ഇങ്ങോട്ട് 5000 വാങ്ങേണ്ടി ഒന്നും കുഴപ്പമില്ല. 10 മിനിറ്റ് അതിന് 5000 ആർക്കും വാങ്ങേണ്ടി ഒന്നും കുഴപ്പമില്ല. കളിക്കാൻ തീരുമാനില്ല. അതെന്ത് ചെയ്ത് 10 മിനിറ്റ് എക്സ്ട്രാ കളി കഴിഞ്ഞിട്ടില്ല. എക്സ്ട്രാ വേണം, കളി എക്സ്ട്രാ വേണം. അടുത്ത പിന്നല്ല ഇവർക്ക് കുറെ സമയം ഇത് റഫറി വായി കൂട്ടിയിട്ട് നിൽക്കും. റഫറി വായി കൂട്ടിയിരിക്കും. റഫറിന്റെ മേത്ത് കയറാൻ പറ്റില്ല. അവര് തട്ടട്ടാ. കോട് എടാ പെട്ടെന്ന് ഇതടിക്കണം. ഫുൾ ടൈം ആയട്ടോ. നോക്ക് ആ ത്രോ നമുക്കല്ലേ ത്രോ. എടാ മമ്മൂനെ പിടിച്ച് മാറ്റടാ. എടാ ഫുൾ ടൈം കൂടിയടാ ആയി. $50,000 ഏടാ ഗൂഗിൾ പേടാ. ഗൂഗിൾ പേടാ. എന്ത് ചെയ്യാ പോണില്ല. ഇപ്പൊ ചെയ്യണല്ലേ കളി തോറ്റ് ഗൂഗിൾ പേ ചെയ്യാൻ പറ. നമ്മൾ ജയിച്ചു. 10 മിനിറ്റ് എക്സ്ട്രാ നോക്കണം. ഇത് ജെന്യൂൻ ആയിട്ട് കൊടുക്കേണ്ട ഒരു ലൊട്ടയല്ല. കളി കഴിഞ്ഞ ചാറ്റ് അത് പറഞ്ഞു തീരുമാനിച്ച റഫറി ആക്കിയത് 2 പെനാൾട്ടി വെറുതെ കൊടുത്തു. നിങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞത് ചീറ്റിങ്ങോ ഫേക്ക് പ്ലേ. എടാ നമ്മൾ 11:30 ബുക്ക് ചെയ്തേ. 47 അപ്പൊ ഈ 15 മിനിറ്റ് എക്സ്ട്രാ ആയത് ചെയ്യുന്നുണ്ടോ? ഇല്ല. എടാ മാഗ്നറ്റ് അതിലെ മാഗ്നറ്റ് ഞാൻ നേരത്തെ വീണ സ്ഥലത്തുണ്ട്. ഞാൻ ഷമീർ വീണ എടുത്തുണ്ടോ? അടിച്ചു കളിക്കല്ല. ഇല്ല പൈസ എവിടെ? പൈസ തരാം. പൈസ ആക്കാവോ?
എന്തിന്റെ ആവശ്യം ശരിക്കാ 50,000 രൂപ. അല്ല 3 എണ്ണം കുടുങ്ങിയപ്പോ വള്ളത്ത് വീണ കോഴിക്കളെ മാതിരി അങ്ങനെ ഞാൻ എന്തേലും പറഞ്ഞു തന്നിട്ട് ഇല്ല. ഞാൻ എപ്പോഴും കളി ഞാൻ തോറ്റിരുന്നെങ്കിൽ നിനക്ക് സ്പോട്ടിൽ 50,000 അയച്ചാലുള്ള മൈൻഡായിരുന്നു. എടാ ഷമീറ ഇവിടെ 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 കിട്ടിയോ മുത്തോ ജയിച്ചേ ചെലവുണ്ട് 50 രൂപ കിട്ടി തരൂല എന്താ ചെയ്യിക്കാ ഒരു സന്തോഷമില്ലാത്ത 10 മിനിറ്റ് മുമ്പ് എന്റെ മോറ് ഇജ്ജൊന്ന് കണ്ണാടി നോക്കിയിട്ടുണ്ടല്ലോ പിന്നെ സ്ട്രീമിംഗ് ഒരു ഫോട്ടോ പൊരുതി നമ്മൾ തന്നെ ജയിക്കണ്ടത് പിന്നെന്തോ. എടാ ഫോട്ടോ ഒന്നും തയ്യാറില്ല, ഇതിൽ ഓൾറെഡി കിട്ടുന്നുണ്ട് ഇതല്ലോ. സ്ക്രീൻഷോട്ട് എടുത്താ പോരെ? വാ നിക്ക് പെട്ടെന്ന് എല്ലാരും വാ. റാമ്പോ പെട്ടെന്ന് ജാസേ എടാ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ ഒരാളെ വിളിക്കോ. അവിടുന്ന് ഒരാളിങ്ങോട്ട് കൊണ്ടുവരോ? അഖിലേടെ അഖില് പുറത്ത് നിൽക്ക. അഖിലെന്ത് എന്ന് പറയുന്ന പോലെ ഒരു ഫോട്ടോ എടുത്തോന്ന് അവനോട് കൊണ്ടോട് എന്റെ ഗ്ലാസ് തരും. അയ്യോ ഇരി ഞാൻ ഫുൾക്കാലി എടുത്തില്ല കേട്ടോ. എന്ത് റീമാച്ച് മെല്ലാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ നമ്മ വെക്കടാ ഒന്ന് കാണിക്കടാ ഫുഡെല്ലാം. നീ എന്തിനാ ക്യാമറ പിടിക്കുന്നില്ല? നല്ല സ്പൈസി ക്രിഞ്ച് സാധനം മണ്ടം പറഞ്ഞത്. ക്രിഞ്ച് സാധനം ഫ്രെയിം ഒന്നും ചെയ്യണ്ട. ഇങ്ങ് തന്നെ എന്റെ ചിക്കൻ പോയി, എന്റെ ചിക്കൻ പോയി. റീമാച്ച് ചാറ്റ് പറ. റീമാച്ച് ഓർ നോ റീമാച്ച്? ബൂട്ട് വേണോ? ചാറ്റ് പറ. ബൂട്ട് വേണോ? ഒരു പഞ്ഞേരോ? എനിക്ക് കീപ്പിംഗ് ഗ്ലൗ വേണം. ഒരു പഞ്ഞ് പഞ്ഞ് ഇല്ല. ആ എന്താ ചൂട്? ഇത് നോർമൽ ഫ്രൈഡ് അല്ല. മാറിക്കോ മാറിക്കോ എടാ ഫ്രെയിമേ ഫ്രെയിമേ മാറിക്കോ മാറിക്കോ. അതെ ഞാൻ എന്താ കോഴിക്കറിയാം. പേരുകൾ പറയാം എല്ലാത്തിന്റെയും. ഇങ്ങനെ കള്ളന്മാരെ ഇട മൊത്തം. ഞാൻ കുറച്ച് എന്ത് കുറച്ച് എല്ലാം ഇൻക്ലൂഡ്. ഇത് കുത്തി കയറ്റുന്ന ഈ മസാല അല്ല, ഈ മസാല സിറിഞ്ച് വെച്ച് ഇതിനുള്ളിൽ കുത്തി കയറ്റുന്നല്ലേ? ഫ്രൈഡ് ഒന്നല്ല, ഇവിടുത്തെ മെയിൻ സാധനം അതാ. അത് ടേസ്റ്റ് നോക്കും. അതെന്താ അതെന്താ സാധനം? മയോണൈസാ? അതാ അത് നോക്കുക. മഞ്ഞ കളർ മഞ്ഞ കളർ മഞ്ഞ കളർ. ഒരു 10 ഗ്ലാസ് തരും. 10 ഗ്ലാസ് എന്നാ കുറച്ചതും മിക്സ് ആക്കാം. മുനു ഫേക്ക് റീമാച്ച് ചെയ്യാൻ മതിയടാ. ചാറ്റ് ഒരു കാര്യം പറയാം, അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു.
അവനക്ക് റീഫണ്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അടുത്ത റീമാച്ച് നാളെ ഉണ്ടാവും. നാളെ എപ്പാന്ന് മറ്റന്നാളെ വരുന്ന ഓർത്ത് നീ മറ്റന്നാളെ റീമാച്ച് ഉണ്ടാവും. ഓക്കെ, മറ്റന്നാളെ റീമാച്ച് ഉണ്ടാവും. ഇനി ഇതിന്റെ കുറെ കൊണവണാക്കല്ല, അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കും. മറ്റന്നാളെ ബൂട്ടിട്ടിട്ട് റീമാച്ച്. നിനക്ക് ബൂട്ടില്ല? എടാ എന്റെ പീസ് ഞാൻ മേടിച്ചരാം. ഇതാ വേണ്ടേ? അപ്പൊ ഞാൻ തൂക്കണം. നിങ്ങൾ എന്തെല്ലോ വന്ന് സ്പാം ചെയ്യുന്ന നോക്കണം. ചെക്കന്റെ കളി നിങ്ങൾ അതിനെ കുറിച്ച് അഭിപ്രായം പറ. അതിനെ കുറിച്ച് അഭിപ്രായം ഇന്ന് ആ കളിക്കളത്തിലുണ്ടായ കളിച്ച കുര്യാക്കോസ് മാൻ ഓഫ് ദ മാച്ച് അല്ല, എന്തായാലും പറയാ MVP. ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് ഞാൻ കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇവൻ ശരിക്കും ഒരു ക്ലബിലാണ് പോയി കളിക്കേണ്ട ഒരു ടൈപ്പ്. അത്രയും നല്ല പ്ലെയർ ഇവൻ. മനസ്സിലാവോ? തെലങ്കാനായിരുന്നു സുഖം എടുക്കുന്ന നോക്കിയാ പേര് നല്ല ഫൗളാണ്. എന്ത് പൗള് നിനക്ക് കളിക്കാതെ ഗിഫ്റ്റ് ഫോർ കുര്യാക്കോസ്. അവിടെ നിനക്ക് എന്താ വേണ്ട? ബൂട്ട്. കുര്യാക്കോസിന് നാളെ ഒരു ബൂട്ട്. എടാ സാധനം എടുക്കേ. ഇപ്പൊ ആണോ ചൂടാക്കിയ സാധനം ബൂട്ട് ഉണ്ടോ? അതാരല്ലോ കൈയിട്ട് തീർക്കണ്ട. ഇതെന്താ ചിക്കൻ ഒന്നൂടാ. ഏത് ഒരു മിനിറ്റ് ഇൻഫ്യൂസ്ഡ് ഇറ്റാലിയൻ ഫ്രൈ. ആ അതെ കൈകൊള്ളി. മറ്റേ ട്രൈ ചെയ്തില്ലേ? മറ്റേ 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 അതും വേറൊന്നുണ്ടായിരുന്നല്ലോ. അതെന്താ ടേസ്റ്റ് ചെയ്തല്ലോ? ഇറ്റാലിയൻ ഇറ്റാലിയൻ ഇറ്റാലിയൻ. മോനെ സീന് കേട്ടാ. കൊച്ചിന്ന് ആദ്യമായിട്ട് എങ്ങനത്തെ ഫുഡ് ക്യാമറമാന് ഫുഡ് ക്യാമറ ഇത് കഴിഞ്ഞ് കഴിക്കും. ഇതിപ്പോ നമ്മൾ ലൈവ് ഇപ്പൊ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞ് കഴിക്കും. ഇപ്പൊ ക്യാമറ ചെറിയ കഷ്ണമായിട്ട് കഴിക്കുന്നുണ്ട്. മുനി വായിലിട്ട് കൊടുക്കുന്നുണ്ട്. ആ ജ്യൂസ് ഇപ്പൊ എടുത്തിട്ടില്ല. അടുക്ക് മോനെ അത്രയും എടുക്ക്. അതല്ല നടുത്തെ അഖിൽ ഫുഡ്. ഇവിടെ ക്യാമറമാനോ അഖിലിനോ ഇത് കഴിഞ്ഞ് ഫുഡ് കഴിക്കും. കാരണം ഇവിടെ ഒന്നാമത് കാര്യം ഇവിടെ ഇരിക്കാൻ സ്ഥലം. എടാ ഇനി വേണ്ട, അത്രയും വേസ്റ്റ് ആവും. കുറെ എടുക്കണ്ട. ആ മറ്റെന്തോ കുത്തി നിറച്ച ഫ്രൈഡ്. കുത്തി നിറച്ച ഫ്രൈഡ്. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം. ക്യാമറ അവിടെ എങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ അതവിടെ വെച്ചിട്ട് നിങ്ങൾ ഒരു ഫുഡ് കഴിക്കും. വെക്കാൻ പറ്റില്ലല്ലോ, ട്രൈപോഡ് ഇല്ലല്ലോ. അവിടെ ക്യാമറ അവിടെ വെക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. എനിക്ക് വൈറ്റാ ഇഷ്ടപ്പെട്ടെ. വൈറ്റ് എനിക്ക് വൈറ്റ് കിട്ടിയില്ല. ഈ പീസ് ഒന്ന് വെച്ചോ. വേണ്ട വേണ്ട നല്ലല്ല. അത് മറ്റേ മയോണൈസ് ഉണ്ട്. ഫ്രൈഡ് കിട്ടുമോ? എടുക്കാൻ പറ. എടാ W Manu, W Cam, W Adil, and Korean W. W Rambo. Adil good player. Korean പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനും കളിച്ചു.
അതിനാണ് പന്തറൊക്കെ എടുത്ത് ഇവന്റെ കളി നമ്മൾ കണ്ടോ ക്രിക്കറ്റ് കളിക്കാൻ അറിയാം റാംബോ വേസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ അതെന്താ പാലും വെള്ളം കിട്ടിയില്ലല്ലോ വേറെ ആയിരിക്കാം റബ്ബിളിയോ ഓ അതിൽ തന്നെ കൂടുതലും ഡബ്ല്യൂ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് ഞാനാണ് കളി അതാ മുത്ത് മുത്ത് അവരെ കളിയിപ്പിച്ചെന്ന് പറയാം അവിടെ കൂടുതലുള്ള ആളല്ലേ പോയാ ഇരി കഴിച്ചിട്ട് പോ കഴിച്ചോ ഞാൻ കുറച്ച് എടുത്തു ഗൈസ് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ചാറ്റാ നമ്മൾ എത്ര സമയം സ്ട്രീം ചെയ്തോ ഒരു 2.5 മണിക്കൂറായോ പെട്ടെന്ന് സമയം കറപ്പിന്റെ ഉള്ളില് നമ്മൾ എന്തായാലും വരാം മറ്റന്നാളൊന്നുകൂടി വരാം പ്രോപ്പറായിട്ട് നാളെ നിനക്ക് മറ്റേ ഡെലിവറി ഇല്ലേ ബൂട്ടിട്ട് ഞങ്ങൾ ടീമെ വെല്ലുവിളിക്കണം ഞാൻ തരാം ബൂട്ടിട്ട് കളിച്ചിട്ട് ഞങ്ങൾ ടീമിൽ ഞാൻ തരാം വെല്ലുവിളി ധൈര്യം അല്ല ഫിലിപ്പിന്ന് കളി തോറ്റില്ലേ കളി തോറ്റ സ്ഥിതിക്ക് ഞാൻ ഗ്രൂപ്പിൽ ഫിലിപ്പ് ഇട്ട ഒരു ഓഡിയോ ഞാൻ കേൾപ്പിച്ചുതരാം ഇത് ചാറ്റ കേട്ടോ കളി തോറ്റ ഫിലിപ്പിന്റെ ഓഡിയോ ആണ് ഇത് ഒറ്റ റൊട്ടിയുള്ളൂ നമുക്ക് തരൂല ഞാൻ മിണ്ടാടുക്ക എല്ലാരും മിണ്ടാടുക്ക ഞാൻ ഒറ്റക്കോടല്ല അങ്ങനെയാണ് ഒരു ഗോളിനെ മുന്നേ കേട്ടല്ലോ അല്ല അവിടെ ലൈവാടാ ആ ഓക്കെ മറ്റന്നാളത്തെ മാച്ചില് ഫാസിൽ പാച്ചും ഉണ്ട് എടാ നിനക്ക് കളിക്കാൻ അറിയോ ആ എന്നാ മറ്റന്നാളിങ്ങോ ആ റഫറി നമുക്ക് പ്രോപ്പർ റഫറി നമുക്ക് എടുക്കാം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ എടുക്കാം മനസ്സിലാവും എനിക്ക് മതിയാണ് എന്റെ വയറ് ഞങ്ങൾക്ക് എന്തോ കുറെ സമയം കഥച്ചിട്ടാണെന്ന് അറിയില്ല വയറ് ഫുള്ളായി പെട്ടെന്ന് വയറ് ഫുള്ളായി ജ്യൂസ് മതി ചിക്കൻ പീസ് എടുക്കട്ടെ ആ എടുത്തോ കുറച്ച് മതി എനിക്ക് കുറച്ച് മതി കുറച്ചൊരു തുള്ളി മതി ഇതൊന്നും സാധനം മറ്റേതോ മറ്റേന്തോ ഫ്രാഷൻ ഫ്രൂട്ടാ ഫ്രാഷൻ ഫ്രൂട്ട് ഇതിനേക്കാൾ നല്ല ഇതാ ഇപ്പൊ കിട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡ് ചിക്കൻ എനിക്കൊന്നും കിട്ടിയില്ല ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും ഗോ ടു ക്വീൻസ് പോന്നാ പാവട ഒരു പെണ്ണ് കിട്ടി പാവട ഓന് പെണ്ണ് സെറ്റാക്കി ഇല്ല ഞാൻ സഹായിച്ചില്ല ഒന്നാമത്തെ കാര്യം ക്വീൻസിലേക്ക് ഇടുന്ന ഒരു 5-8 കിലോമീറ്റർ ഉണ്ട് രണ്ടാമത്തെ മഴയാ മൂന്നാമത്തെ കാര്യം ലേറ്റ് ഇല്ല ക്വീൻസിൽ പോകുന്നുണ്ടെ വൈകുന്നേരം പോകണം നല്ല ക്ലൈമറ്റ് നല്ല ഇതുള്ള സമയത്ത് നല്ല പെമ്പിള്ളേർ ഉണ്ടാവും ക്വീൻസിൽ ഞാൻ അങ്ങനെ പോക്കറിയാം ഞാൻ മൊത്തം ഹുഡി ഇട്ട് മൊത്തം മറ്റേ ബീനി ഇട്ട് കണ്ണട ഇട്ട് മാസ്ക് ഇട്ട് ഞാൻ ആരും തിരിച്ചറിയാത്ത ലെവലില് കാരണം ക്വീൻസിൽ അത്ര ഇല്ലില്ല ഞാൻ വേറെ വണ്ടി പോകല്ല എന്റെ വണ്ടിയിൽ ഞാൻ പോക്കില്ലല്ലോ ഇതെന്തൊരു ISO ആടാ ഇതെന്താ നമ്മളെ ക്യാമറന്റെ പ്രശ്നം നമ്മൾ ലെൻസ് മാറ്റണം നമ്മളെ ലെൻസിന്റെ പ്രശ്നം ആണോ അല്ല മൊത്തത്തിലൊരു ക്ലിയറിന്റെ
നമ്മളെ ക്യാമറ എന്തോ ഒരു ക്യാമറ അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായോ? ക്യാമറ പുതിയ വാങ്ങണോ? ലെൻസ് ഏതാ വാങ്ങണ്ടേ? തിരിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് എടുക്കണം. ഒരു നല്ല ലെൻസ് പോയിട്ട് എടുക്കും. മറൈൻ ഡ്രൈവെല്ലാം ചത്തു പോനെ. ആരും മറൈൻ ഡ്രൈവെല്ലാം 3 കൊല്ലം മുമ്പാന്ന് ഹിറ്റ്. ഇപ്പൊ മറൈൻ ഡ്രൈവിൽ പോയ ഒരു പട്ടി പോലും ഇല്ല അവിടെ. മറൈൻ ഡ്രൈവിൽ ആൾക്കാരില്ല ഇപ്പൊ. സൈഡായി ജാസി ആൻഡ് റാംബോ ലൈവ് തീ. ഓ ഞാൻ പറയാൻ പറഞ്ഞു ഈ ചാറ്റ്. അതിനെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാണ്ട്. കാണാത്തവർ പോയിട്ട് കാണണം. നമ്മളെ MRG ഗ്യാങ്ങിന്റെ ചാനലിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ട് മിനിഞ്ഞാന്ന് റാംബോയും ജാസിയും കൂടി ഒരു ലൈവ് ചെയ്തിന്. അത് നിങ്ങൾ പോയിട്ട് കാണണം. അതിൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളിലുണ്ട് മോനെ. ടോപ്പ് ടയർ നമ്മളെ ചാനലിൽ ഇതുവരെ നമ്മളെ ഗ്യാങ്ങിൽ ചെയ്തതിൽ ഏറ്റവും ടോപ്പ് ലൈവ് അതായിരുന്നു. കാര്യം എന്റർടൈൻമെന്റ് പറഞ്ഞിട്ടല്ല, ശരിയാ. അത് പോയി കാണും. ഞാൻ ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച്. നിങ്ങൾ പോയി കാണും. നമ്മക്കോ നീ ഏതാ? ഞമ്മക്ക് വെട്ടിക്കണന്ന ഇത് എന്റെ പിള്ളേരാടാ. നീ എന്താ ഞമ്മക്ക്? അല്ല അത് നമുക്ക് എന്നാ പിന്നെ ഇത് ചെയ്താലോ, ആ സ്പിന്നിംഗ് വീല് എന്റെ ലൈവില് ചെയ്താലോ. അതിന്റെ ഒരു പ്രീമിയം സെറ്റപ്പ്, അതായത് പ്രീമിയം ഗെയിംസ് ആയിട്ട് വരാം. അതായത് നീ ആ ചെയ്തതിന്റെ തന്നെ കുറച്ചുകൂടി നല്ല പേഴ്സൺ അല്ലേ. പുതിയ നല്ല ബോർഡ് ഓർഡർ ചെയ്യുന്നെങ്കിലും നല്ലൊരു പ്രോപ്പർ ബോർഡും കാര്യങ്ങളുള്ള സെറ്റ് ആക്കും കേട്ടോ. അടുത്ത ലെവലിൽ ചെയ്യാം, എന്റെ ലെവലിൽ ചെയ്യാം. ജാസി റാംബോ ഡബിളി തീ എല്ലാവരും കാര്യം. കാരണം എന്ന് വെച്ചാൽ അത്രയും കാലം ഞാൻ അതിന്റെ കമന്റ്സ് കണ്ടിട്ട് എനിക്ക് അത്ഭുതമായി പോയി. ഞാൻ ആ ലൈവായിട്ട് കണ്ടില്ല, അതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ലൈവ് കഴിഞ്ഞാൽ ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി അതിന്റെ കമന്റ്സ് കണ്ടിട്ട്. കാരണം അത്രയും ആൾക്കാർ, അതും മമ്മൂനും ഷമീറിനാണ് ഏറ്റവും ഫാൻ ബേസ് ഉള്ളത് ഗ്യാങ്ങില്. റാംബോയും ജാസി എന്ന് പറഞ്ഞാൽ ഏറ്റവും സൈഡായിരുന്നു ഇവര്. പക്ഷെ ആ ഒറ്റ ലൈവിൽ ഇവർ കയറിയണം. അതിൽ മൊത്തം സംഭവം മാറി, കളി മൊത്തം മാറി. അത് ഭയങ്കര ഇതിന് മേലെ നാളെ പറയാൻ പറഞ്ഞത്. നാളെ ഷമീറിന്റെ ലൈവ് ഉണ്ട്, ഒരു മൂഞ്ചിയ ലൈവ് നാളെ ഉണ്ടാവും ഷമീർ മമ്മൂന്റെ. എന്താ ഇതെന്താ കൈ പറക്കുന്നുണ്ട്? അതിന്റെ കൈ പറയാന്നത് കഴിച്ചു കഴിഞ്ഞോ? മണിക്കാം അല്ല ഫ്രഞ്ച് ഫ്രൈസ് പണ്ടാരം ഒരു കംപ്ലീഷനാ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് കംപ്ലീഷൻ ആയിനാ. ഇതെന്ത് ഇത്ര എന്നാ ഇത് ലേറ്റ് ആണ്. കൂടി കഴിച്ചിട്ടാണോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ക്യാമറന്റെ ബാക്കിൽ നമ്മളെ മൊത്തം നിങ്ങള് വേറൊരു കാര്യം പറയാം. അഖിലല്ലാണ്ട് ക്യാമറന്റെ ബാക്കിൽ ഒരിക്കലും ക്യാമറയിൽ വരാത്ത ഒരാളുണ്ട്. പുള്ളിനെ കാണിക്കാൻ പറ്റില്ല. നമ്മളെ മൻസൂർക്ക. പുള്ളിന്റെ പേര് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. മൻസൂർക്ക നമ്മളെ മൊത്തം ലൈവിന്റെ കോർഡിനേഷനും കാര്യങ്ങളും എല്ലാ സംഭവവും നമ്മളെല്ലാം ചെയ്യുന്നത്. കണ്ടന്റ് മാനേജ്മെന്റ് കാര്യങ്ങളും മൊത്തം നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ മൻസൂർക്ക നമ്മളെല്ലാ ലൈവും പ്രോപ്പർ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതും ഇതിന്റെ ടെക്നിക്കലി ഇതെല്ലാം നോക്കുന്നത്. ബിഗ് ഡബ്ല്യു ഫോർ മൻസൂർക്ക. പക്ഷെ പുള്ളി ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ വരൂല. അതാണ് വേറൊരു കാര്യം. ഇപ്പൊ തൊട്ട് ബാക്കിൽ നിങ്ങൾ ഈ കാണുന്ന ക്യാമറ തൊട്ട് ബാക്കിലാണ് ഉണ്ട് ആള്, പക്ഷെ ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ വരൂല. അതാണ് ഫുഡ് റിവ്യൂ. ഏത് ഇൻഫ്യൂഷൻ 3 സാധനം. ഒരു ചോപ്പ്, ഇതിന്റെ പേര് ഞാൻ പറഞ്ഞത്. ചോപ്പ് കഴിച്ച്, വെള്ളം കഴിച്ച്, 6 സാധനം ഉണ്ടല്ലോ. 6 ഞാൻ കഴിച്ചില്ല. ചോപ്പും വള്ളിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ പേരുകൾ ഞാൻ പറഞ്ഞു. ഇറ്റാലിയനും പിന്നെ മെക്സിക്കനും അങ്ങനെ എന്തോ പറഞ്ഞത്. അതിൽ വള്ളനേക്കാളും ബെസ്റ്റ് ചോപ്പ. നമുക്ക് ചോപ്പ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഫ്രൈഡ് മുത്ത ടോപ്പ് ടയർ. ഫ്രൈഡ് ശരിയായ ക്യാപ്സിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന ടേസ്റ്റ്. ഫ്രൈഡ് സെറ്റ്. അടിപൊളി സാധനം. പിന്നെ മൊയ്റ്റോ എനിക്ക് അത്ര ഇതായിട്ടില്ല. മൊയ്റ്റോ അല്ലാണ്ട് വേറൊരു ജ്യൂസ് ഞാൻ കുടിച്ചത്. അടിപൊളിയാണ്. ലൈം അല്ലടാ അത്, വേറൊരു ടേസ്റ്റ്. വേറൊരു ടേസ്റ്റ്. നീ എന്തിനാ കാത്തുക്കുന്നത്? നീ അടുത്തെന്തോ തിന്നാൻ പറഞ്ഞ? ഫ്രഞ്ച് ഫ്രൈസും ഇതും ഫ്രൈഡ് ചിക്കനും. ഇവനെന്താടാ ചെയ്യേണ്ടത്? അത് ആരോ സൂപ്പർ ചാറ്റ് ഇട്ടില്ല. നാരങ്ങ സോഡ. താങ്ക് 20 രൂപീസ് സൂപ്പർ ചാറ്റ്. നാരങ്ങ സോഡ ഇടില്ല. ഈ ലൈവില് സൂപ്പർ ചാറ്റിന്റെ സാധനം ഫ്രണ്ടിൽ വരുന്ന സംഭവം ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, IRL സൂപ്പർ ചാറ്റ് ആവശ്യമുണ്ട്. എന്തായാലും നമ്മൾ ചാറ്റ് നോക്കാൻ സമയം കിട്ടൂല. ഗൈസ്, നിങ്ങൾ IRL സൂപ്പർ ചാറ്റ് ചെയ്യണ്ട. കാരണം ചാറ്റ് നോക്കാനുള്ള സമയം കിട്ടൂല.
അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് IR ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം ചാറ്റ് നോക്കിയിട്ട് ചെയ്യുന്ന ടൈമാണെങ്കിൽ മാത്രം IR സൂപ്പർ ചാറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ IR സ്ട്രീമിൽ സൂപ്പർ ചാറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ എനിവേസ് ഗൈസ്, അപ്പൊ ഇനി ഞാനാ പറഞ്ഞു ബില്ല് ബിൽ ചാലഞ്ചോ? ബിൽ ചാലഞ്ച് ചെയ്യാം. ബില്ല് കൊടുക്കുന്നതിന് ഗെയിംസ് ആക്കിയാലോ? ഗെയിം ആക്കിയാലോ? എന്തെങ്കിലും ഗെയിം ആക്കിയാലോ? മൻസൂർക്ക, ബില്ല് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഗെയിം കാണിച്ചാലോ? ചുമ്മാ എന്തെങ്കിലും ഒരു ഗെയിം പറ. അതിന് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട്? ഇതെന്താ എല്ലാവരും തൂങ്ങാനുള്ള കാർഡിലല്ല, നമ്മള് ഗൂഗിൾ പേയില ആണോ? അല്ല, പക്ഷെ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്താ സീന. കുര്യനെല്ലാം ബില്ല് കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ സീന. നമുക്കൊരു കാര്യം, ഞാനും ചെയ്യിക്കും ചാലഞ്ച്. ഓക്കെ അല്ലേ? വേണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാം. വേണ്ട, അല്ല കുറെ ആൾക്കാരുണ്ട് നമുക്ക് ഇതാക്കിയത്. ഇപ്പൊ കുര്യനോ ഈ ഷമീറിന്റെ ആദിലെല്ലാം വെച്ചിട്ടാണ് ഇതിന് ഗെയിം കളിക്കുക. ഇവര് ബില്ല് കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി. ഞാൻ കൊടുത്തോളാം. ഓക്കെ, ബാ നെക്സ്റ്റ് ടൈം കളിക്കാം ഗെയിം. മോനോ കഴിഞ്ഞില്ല, ഒന്ന് കഴിച്ചോ? ഞാൻ ഇരിക്കാം. എടാ, പുറത്ത് നല്ല മഴയാണ്, ഇറങ്ങാൻ കഴിയില്ല. വേറെ ആടെയും പോവാൻ പറ്റില്ല. അപ്പൊ എന്റെ ചെയ്യാം. നിങ്ങളൊന്ന് മാറോ, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. എന്താ പറയാ?